ചിലപ്പോ 3-4 മിനിറ്റ്. ഒരു ദേഷ്യത്തിന് അത്രേ ആയുസുണ്ട്. ആ കുറഞ്ഞ സമയം കൊണ്ട് പറഞ്ഞു പോകുന്ന ചില വാക്കുകൾക്ക്, ചെയ്തു കൂട്ടുന്ന അബദ്ധങ്ങൾക്ക്, എടുക്കുന്ന തീരുമാനങ്ങൾക്ക് ഒരായുസിന്റെ വിലയുണ്ടായെന്ന് വരാം. ദേഷ്യം നമ്മുടെ ദുർബലതയാണെന്ന്, ക്ഷമയും വിവേകവുമാണ് അതിന്റെ മറുമരുന്ന്. ദേഷ്യം അടങ്ങിയതിനു ശേഷം വിവേകപൂർവ്വം നമ്മളൊക്കെ ചിന്തിക്കുമ്പോഴാണ് കോപത്തിന്റെ നിസ്സാരതയും ക്ഷമയുടെ മഹത്വവും നമുക്ക് മനസ്സിലാകുന്നത്. എല്ലാ ദേഷ്യപ്പെടലുകൾക്കും കാരണം ഉള്ളിലെ ദേഷ്യമൊന്നുമാകണമെന്നില്ല. ചില സാഹചര്യങ്ങൾ നമ്മളിൽ സൃഷ്ടിക്കുന്ന വ്യത്യസ്ത മാനസികാവസ്ഥകൾ കൂടിയാകാം. പ്രതികരണങ്ങൾ പലപ്പോഴും പ്രവചനാതീതവുമായേക്കാം. അത് എങ്ങനെയാകണമെന്ന് മുൻകൂട്ടി പ്രവചിക്കുവാനും സാധ്യമല്ല. കോപം വന്നാൽ സ്വയം നിയന്ത്രിക്കണം. സ്വയം എപ്പോഴും പറഞ്ഞുകൊണ്ടേയിരിക്കണം, ദേഷ്യത്തെ അതിജീവിക്കുന്നവനാണ് ശക്തനെന്ന്.